എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് 2024 +2 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാം ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. സേ ഇംപ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് മെയ് 15 വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എക്സാമിനേഷൻ്റെ സെൻറ്ററിൽ വിദ്യാർത്ഥികൾക്ക് +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ സർക്കുലർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ സർക്കുലറിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം ടേബിൾ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ജൂൺ 12 മുതൽ ജൂൺ 20 വരെയാണ് നിങ്ങളുടെ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. മെയ് 15 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പ്രൂവ്മെൻറ്റിന് സേ പരീക്ഷയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റിനുമുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് 175 രൂപ പ്ലസ് സർട്ടിഫിക്കറ്റ് 40 രൂപയാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്. പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ +2 ജയിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അതിന് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. റീവാലുവേഷനും ഇതിനോടകം തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. റീവാലുവേഷൻ ഫോട്ടോ കോപ്പീസ് കുട്ടണിക്കും ഇതിനോടകം തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 14. പിന്നെ സേ ഇംപ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 15. അതിനുശേഷവും വിദ്യാർത്ഥികൾക്ക് മെയ് 15 ശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇമ്പ്രൂവ്മെൻറ്റിന്. പക്ഷേ നിങ്ങൾ 600 രൂപ ഫീസോട് കൂടി ആയിരിക്കും നിങ്ങൾ മെയ് 15 ശേഷം രജിസ്റ്റർ ചെയ്യേണ്ടത്. മെയ് 15 മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. പിഴയൊന്നും അടക്കേണ്ടി വരില്ല. പക്ഷേ മെയ് 15 ശേഷമാകുമ്പോൾ നിങ്ങൾ പിഴയടക്കം നൽകേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിദ്യാർത്ഥികൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.